ഏവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം. 4 പതിറ്റാണ്ടിലേറെയായി മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായി നിൽക്കുന്ന മഹാനടനാണ് മലയാളികളുടെ പ്രിയപ്പെട്ട മോഹൻലാൽ. 2 തവണ മികച്ച നടനുള്ളതടക്കം 5 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ലഭിച്ച മോഹൻലാൽ സ്വാഭാവികമായ അഭിനയ ശൈലിക്ക് പ്രശസ്തനാണ്. മലയാളത്തിന് പുറമെ തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിലുള്ള ചലച്ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അഭിനയത്തിന് പുറമെ ഏതാനും ചിത്രങ്ങളിൽ പിന്നണി ഗായകനായും അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 2001 അദ്ദേഹത്തിന് രാജ്യത്തെ 4ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ പുരസ്കാരവും 2019 രാജ്യത്തെ 3ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ ബഹുമതിയും നൽകി ഭാരത സർക്കാർ ആദരിച്ചു. 2009 ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനൻ്റ് കേണൽ പദവി നൽകുകയും ചെയ്തു. ചലച്ചിത്ര ലോകത്തിനും സംസ്കൃത നാടകത്തിനും നൽകിയ സംഭാവനകളെ മാനിച്ച് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല അദ്ദേഹത്തിന് ഡോക്ടറേറ്റും നൽകിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മലയാളികളിൽ പലർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് മോഹൻലാലിൻ്റെ പേരിൽ 3 ഗിന്നസ് റെക്കോർഡുകൾ ഉണ്ട് എന്നത്. ഒരുപക്ഷെ ഒരു ഇന്ത്യൻ നടൻ്റെ പേരിൽ 3 ഗിന്നസ് റെക്കോർഡുകൾ ഉള്ളത് മോഹൻലാലിന് മാത്രമായിരിക്കും. അത് എന്തൊക്കെ കാര്യത്തിനാണ് എന്ന് നമുക്ക് നോക്കാം. 1ാമത്തെ ഗിന്നസ് റെക്കോർഡ് ഒരു 3D സിനിമയുടെ സ്ക്രീനിങ്ങിന് ഏറ്റവും കൂടുതൽ ആളുകൾ ഹാജരായി എന്നതാണ് ഒരു ഗിന്നസ് റെക്കോർഡ്. മോഹൻലാൽ നായകനായ പുലിമുരുകൻ എന്ന സിനിമയുടെ 3D പതിപ്പ് കാണാനെത്തിയത് 12,000-ഓളം ആളുകളാണ്. 2012 മെൻ ഇൻ ബ്ലാക്ക് എന്ന ഹോളിവുഡ് സിനിമയുടെ 3D പതിപ്പ് കാണാനെത്തിയത് 6,819 ആളുകളായിരുന്നു. ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്താണ് പുലിമുരുകൻ ഗിന്നസ് റെക്കോർഡ് ലഭിച്ചത്. മോഹൻലാലിൻ്റെ പേരിനുള്ള 2ാമത്തെ ഗിന്നസ് റെക്കോർഡ് ലോകത്താദ്യമായി ഒരു നടൻ്റെ ഫാൻസ് അസോസിയേഷൻ ലോകത്തിലെ ഏറ്റവും വലിയ ചാരിറ്റി പ്രവൃത്തി ചെയ്തത്. ഒരു ചാരിറ്റി ബോക്സിലൂടെയായിരുന്നു മോഹൻലാൽ ഫാൻസ് ലോകത്തിലെ ഏറ്റവും വലിയ ചാരിറ്റി പ്രവൃത്തി ചെയ്ത ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചത്. മോഹൻലാലിൻ്റെ പേരിലുള്ള 3ാമത്തെ ഗിന്നസ് റെക്കോർഡ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഡോക്യുമെൻ്ററിക്ക് വോയിസ് ഓവർ കൊടുത്തു എന്നതാണ്. ക്രിസോസ്റ്റം തിരുമേനിയെക്കുറിച്ച് പറയുന്ന ബ്ലസ്സി സംവിധാനം ചെയ്ത ഒരു ഡോക്യുമെൻ്ററിയിൽ ആദ്യം മുതൽ അവസാനം വരെ വോയിസ് ഓവർ കൊടുത്തത് മോഹൻലാലാണ്. 48 മണിക്കൂറും 10 മിനിറ്റുമാണ് ഡോക്യുമെൻ്ററിയുടെ ദൈർഘ്യം. ഈ ഒരു ഗിന്നസ് റെക്കോർഡ് ഇതുവരെ ആർക്കും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതാണ് പറയുന്നത്, ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു നടൻ്റെ പേരിൽ 3 ഗിന്നസ് റെക്കോർഡുകളുള്ളത്. അത് നമ്മുടെ സ്വന്തം അഭിമാനമായ ലാലേട്ടൻ്റെ പേരിനുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.